നമസ്കാരം. സാമൂഹിക മാധ്യമങ്ങളിൽ കൗമാരക്കാരെ വഴിതെറ്റിക്കുന്ന ലഹരി കലർന്ന വീഡിയോകളിലൂടെയും അശ്ലീല പ്രദർശനങ്ങളിലൂടെയും കുപ്രസിദ്ധി നേടിയ യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെ പൂട്ടാൻ പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. ഇന്റർനെറ്റിലൂടെ അതീവ ഗുരുതരമായ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ പ്രതിയായ നിഹാദ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് അധികൃതർ. ഇതിന്റെ ഭാഗമായി പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള അടിയന്തര നീക്കത്തിലാണ് അന്വേഷണ സംഘം. അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച നിഹാദിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ശക്തമായ എതിർപ്പുമായി പോലീസ് ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ലഹരിമരുന്നിന്റെ വൻതോതിലുള്ള ഉപയോഗം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചൂഷണം ചെയ്യൽ തുടങ്ങി അങ്ങേയറ്റം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ യൂട്യൂബർക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നിഹാദിന്റെ പ്രധാന വരുമാന മാർഗമായിരുന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നീക്കം ചെയ്തു. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി കണ്ണൂരിലും കൊച്ചിയിലുമുള്ള ഇയാളുടെ താവളങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പ്രത്യേക സംഘങ്ങൾ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ശക്തമായിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ പരസ്യമായി പങ്കുവച്ചതാണ് ഇയാൾക്കെതിരെയുള്ള യൂട്യൂബ് ചാനൽ പൂട്ടിക്കുന്നതിലേക്ക് നയിച്ചത്. പോലീസ് സമർപ്പിച്ച ശാസ്ത്രീയമായ ഡിജിറ്റൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഗൂഗിൾ അടിയന്തര നടപടി സ്വീകരിച്ചത്. എറണാകുളം റൂറൽ സൈബർ പോലീസ് IT നിയമത്തിലെ കർശന വകുപ്പുകൾ ചേർത്താണ് നിഹാദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിയുടെ മുൻകാല സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളുടെയും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു സൈബർ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഇതിനിടെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് ശക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചു. കൗമാരക്കാരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതിലും സമൂഹത്തിൽ അരാജകത്വം വളർത്തുന്നതിലും പ്രതി വഹിച്ച പങ്ക് ചെറുതല്ലെന്നും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചു. തൊപ്പിയുടെ സുഹൃത്തുക്കൾ തന്നെ ഇയാൾക്കെതിരെ പരസ്യമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തു വന്നതോടെയാണ് ഈ കേസുകളുടെ യഥാർത്ഥ ചുരുളഴിഞ്ഞത്. യൂട്യൂബിൽ നിന്നും വിനോദങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാന വിഹിതം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് കൂട്ടപ്പൊരിച്ചിലിൽ കലാശിച്ചത്. സുഹൃത്തുക്കളെ തനിക്ക് കീഴിലുള്ള അടിമകളെപ്പോലെ കണ്ട് അടിവസ്ത്രം വരെ കഴുകിച്ചുവെന്ന നാണംകെട്ട വെളിപ്പെടുത്തലുകൾ സുഹൃത്തുക്കൾ തന്നെ നടത്തി. ഇതിൽ പ്രകോപിതനായ തൊപ്പി സുഹൃത്തുക്കളുടെ സ്വകാര്യ നഗ്നദൃശ്യങ്ങൾ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇതിന് പകരമായി സുഹൃത്തുക്കൾ ഇയാളുടെ ലൈംഗിക ചുവയുള്ള പല ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിട്ടു. കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ കടുത്ത സ്വാധീനമുള്ള ഈ സംഘം പോക്സോ ആക്ട് ലംഘിച്ച് പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്നും ലഹരി ഉപയോഗം പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കാണിച്ച് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന DGPക്ക് ഔദ്യോഗികമായി പരാതി സമർപ്പിച്ചിരുന്നു. ഈ പരാതിയിന്മേൽ നടന്ന അതിവേഗ അന്വേഷണത്തിലാണ് വിവാദ യൂട്യൂബറെ തേടി ഇപ്പോൾ പോലീസും വീടുകളിലും വിമാനത്താവളങ്ങളുമൊക്കെ അരിച്ചു പെറുക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അതായത് സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ നിരവധി ആളുകൾ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിക്ക് സാമൂഹികമായ ചില മര്യാദകളും അന്തസ്സും സമൂഹം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ പല ആളുകളും അതേപോലെ അനുകരിക്കുന്നുണ്ടെന്നൊരു ബോധം ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും അത് ഇല്ലാത്ത രീതിയിലായിരുന്നു തൊപ്പിയുടെ പ്രതികരണങ്ങളും രീതികളും ഒക്കെ. പോക്സോ അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്ന ആരോപണം ഉയരുമ്പോൾ തൊപ്പിയെ അടിയന്തരമായി തന്നെ കണ്ടെത്താനുള്ള സമഗ്രമായ തെരച്ചിലാണ് പോലീസ്.